ഇതാണ് എൻ്റെ കിച്ചൺ. കയറുമ്പോഴുള്ള കിച്ചണാണിത്. സൈഡ് ഒരു മേശയുണ്ട്. ഇത് കയറുന്ന ഡോറാണ്. ഇവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ സ്റ്റോർ റൂമാണ്. യൂസ് ചെയ്യാത്ത ഞങ്ങളത് മാത്രമല്ല, ഇത് ഈ റൂമിൻ്റെ ഓണർതും കൂടി ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് അതുപോലെ ഉണ്ട്. ഇവിടെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയിലും വെക്കാറ്. സൈഡാണ് ഉള്ളിയും വെളുത്തുള്ളിയിലും വെക്കാറ്. അവിടെ തന്നെ അതിൻ്റെ സൈഡായിട്ട് ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ കടലാസിൽ വെക്കുന്നൊരു ഡബ്ബ ഉണ്ട്. ഇത് ഹീറ്ററാണ്. ഹീറ്റർ പൈപ്പ് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റും എക്സ്ട്രാ വരുന്ന ഗ്യാസും സ്റ്റൗവും നിറച്ച് വെച്ചതാണ്. പിന്നെ ഊത് കത്തിക്കുന്ന ഒരു പാത്രമുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡായിട്ട് തന്നെ ഒരു കൗണ്ടർ ടോപ്പിൽ ചിരവിയും സാൻഡ്വിച്ച് മേക്കർ, മിക്സി, കത്തി സെറ്റ്, പിന്നെ കിച്ചൺ വൃത്തിയാക്കുന്ന ടവല് അതെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന സിങ്കിൻ്റെ സൈഡ് മുകളിൽ തന്നെയാണിത്. ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണ്, അരിപ്പ, കത്രിക, സ്ക്രബ്ബർ എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് 2 പൈപ്പുണ്ട് ഈ സിങ്കിന്. ഒരു പൈപ്പിന് രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ സ്ക്രബ്ബറെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഡിഷ് വാഷ് വെച്ചതാണ്. അതായത് പെട്ടെന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. ഈ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹാൻഡ് വാഷ് വെച്ചത്. ഇതാണ് സിങ്ക്. 2 കുഴിയുള്ള സിങ്കാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ കത്തിയെല്ലാം വെച്ചതിൻ്റെ മുകളിലായിട്ടൊരു കബോർട്ടുണ്ട്. 3 ഡോറുള്ള കബോർട്ടാണ്. അതിന് ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ് ഡെയിലി യൂസ് ചെയ്യുന്നതാണിത്. ഇതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. ഇതും മാത്രമേ ഡെയിലി യൂസ് ചെയ്യുന്നു. അത് അത്യാവശ്യം യൂസ് ചെയ്യും. ഇതിൻ്റെ മുകളിലേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബൗള്, ഗ്ലാസ് ബൗള്. അതിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ വലിയ കബോർഡാണ്. അതിന് സൈഡിലായിട്ട് ഇവിടെ പ്ലേറ്റ് സെറ്റാണ്. പ്ലേറ്റിൻ്റെ ട്രേ വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചപ്പാത്തി പരത്തുന്ന കോലും, മിക്സിയുടെ വലിയ ജാറ്, ജഗ്, സ്പൂണ് ചെറിയ സ്പൂണും ഫോർക്കും ചെറിയ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. വലിയ സ്പൂണും ഫോർക്കുമെല്ലാം വലിയ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയ മിക്സിയുടെ ജാറും കാസ്ട്രോള് ട്രേ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ട് ഒരു നീളത്തിലുള്ള കൗണ്ടർ ടോപ്പ് ഉണ്ട്. അവിടെ ഞാൻ ഫാൻ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ കോർണർ തന്നെയാണ് ഞാൻ ഇവിടെ കുടിക്കുന്ന വെള്ളം വെച്ചിട്ടുണ്ട്, ബോട്ടിൽ വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് 4 ഡോറുള്ള കബോർട്ടുണ്ട്. ആ കബോർട്ടിൻ്റെ ഉള്ളിൽ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് വെച്ചത്. വറ്റൽമുളക്, ബൂസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, സേമിയ, പുളി, ചായപ്പൊടി, പഞ്ചസാര, അച്ചാർ, പനീർ, നെയ്യ്, വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ. പിന്നെ അതിൻ്റെ മുകളിൽ തേന്, നാർഗണ്ടി സർബത്ത്, വിനാഗിരി, കച്ചപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വാൾനട്ട്. പിന്നെ ഇതെല്ലാം ജ്യൂസ് കുടിച്ചതിൻ്റെ കുപ്പിയാണ്, ഗ്ലാസ് കുപ്പിയാണ്, അതാണ് കളയാത്തത്. ഇതിലേക്ക് സാഗോ സീഡ്, കരിഞ്ചീരകം എല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ്, കബോർഡാണ്. അതിന് തൊട്ട് സ്ഥിരം ഉപയോഗിക്കാത്ത എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ഗ്ലാസ്സസാണിത്. ഇത് ഗസ്റ്റ് എല്ലാം വന്നാൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്. ജ്യൂസ് ഗ്ലാസ്, ചെറിയ ചായ ഗ്ലാസ് കണ്ടില്ലേ, ചെറിയ ചായ ഗ്ലാസ്സാണിത്. ഇത് കുറച്ച് ചായ മാത്രമേ ഗസ്റ്റിനെല്ലാം കൊടുക്കാൻ പറ്റുന്നൊരു ഗ്ലാസ്സാണ്. പിന്നെ കട്ടൻ ചായ കുടിക്കുന്ന ഗ്ലാസ്. പിന്നെ ഇതെല്ലാം
പിന്നെ പുഡിങ്ങെല്ലാം സെർവ് ചെയ്യുന്ന ഗ്ലാസ്സാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എക്സ്ട്രാ വരുന്ന കുറച്ച് കപ്പ് സോസറും ഫോയിലുമാണ്. ഇതിൻ്റെ സൈഡായിട്ട് കിച്ചൺ ടവലാണ്. കിച്ചൺ ടവല് പൊറോട്ട എല്ലാം അടിക്കുമ്പോൾ വെക്കുന്ന തോർത്താണിത്, അടച്ചു വെക്കുന്ന. ഇതിൻ്റെ സൈഡ് കാപ്പച്ചിനോ അടിക്കുന്ന ഒരു ചെറിയൊരു മെഷീനുണ്ട്. ഇത് ഐക്കിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ താഴത്തായിട്ട് ഇവിടെ കബോട്ടൊന്നുമില്ല, സൈഡ് കബോട്ടൊന്നുമില്ല. ഈ സൈഡാണ് കബോട്ടുള്ളത്. മൊത്തമായിട്ട് ഇവിടെ ആയിരുന്നു കബോട്ടുള്ളത് ഉണ്ടല്ലേ. ഈ ബോട്ടിലിൻ്റെ ബോട്ടിൽ ഈ കോർണറിനാണ്, അതുകൊണ്ട് വെള്ളമെല്ലാം എടുക്കാൻ എളുപ്പമാണ്. ഇവിടെ നിന്നാണ് ചപ്പാത്തിയെല്ലാം ഞാൻ പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി എല്ലാം പത്തിരി എല്ലാം പരത്തിയെടുക്കുന്നത്. ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്, കിച്ചൺ ടവല്. ഇവിടെ ഞാനൊരു പ്ലഗ് ഉണ്ടായതുകൊണ്ട് മൊബൈൽ ചാർജർ വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് ഓയിൽ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കലാണ് അല്ലേ. ഇതിൽ ഈ പാത്രത്തിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സാധനങ്ങളാണ് ഉലുവ, ജീരകം, കസൂരി മേത്തി, കടുക്, എള്ള്, കുരുമുളക് പൊടി. ഇത് ഞാൻ അബുദാബി കോപ്പർട്ടിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 20 ദിർഹംസാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണുകളാണ്, വുഡിൻ്റെ മരത്തിൻ്റെ സ്പൂണുകളാണ്. ഇത് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയാണ് ഇതേപോലത്തതും ഉപ്പെല്ലാം വെച്ചിട്ടുണ്ടത്. അതിന് കൂടെ തന്നെ ഗ്യാസ് ഗണ്ണും വെച്ചിട്ടുണ്ട്. ഇത് ഗ്യാസ് സ്റ്റൗ, ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗ്യാസ് സ്റ്റൗ. ഇതിൻ്റെ മുകളിൽ AC വെക്കുന്ന സ്ഥലമാണ്. AC വർക്ക് ചെയ്യാത്തത് കൊണ്ട് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയതാണ്, അതുകൊണ്ട് പ്ലൈവുഡ് അടിച്ചതാണ്. പുറത്തുനിന്ന് എന്തെങ്കിലും കയറാതിരിക്കാൻ വേണ്ടി പ്ലൈവുഡ് അടിച്ചതാണ്. ഇനി ഇവിടെയാണ് ഗ്യാസിൻ്റെ കുറ്റി വെക്കുന്നത്. ഇവിടെ ഒരു വലിയ ഓവനുണ്ട്. ഇത് ഞങ്ങളതല്ല, ഇത് ഓണർതാണ്, ഈ റൂമിൻ്റെ ഓണർതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഫോയിൽ, ബട്ടർ പേപ്പർ, ക്ലീൻ റാപ്പ്, ഊത്, പിന്നെ കവറ്, പ്ലാസ്റ്റിക് കവറ് എല്ലാം വെക്കുന്നത്. വലിയ ഓവനാണ്. ഇവിടെ ജനാലുണ്ട്, നല്ല വെളിച്ചം കിട്ടുന്ന ജനാലുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ടാണ് ടേബിള്. ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാറ് 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 3 കസേര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൽ ഫ്രൂട്ട്സ് ഇട്ട് വെക്കും. ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞ് കൂടുതലായി വാങ്ങി വെക്കാറൊന്നുമില്ല, കുറച്ചാണ് വാങ്ങി വെക്കാറുള്ളത്. ഫ്രൂട്ട്സ് ഇട്ട് വെക്കാറുണ്ടാകുന്നത്. ഇത് മോള് എന്തോ പരിപാടിക്ക് ഉപയോഗിച്ചതാണ്, കളയാൻ വെച്ചതാണ്. പിന്നെ ഇത് ടിഷ്യൂ. ഇതിലാണ് ഞങ്ങൾ ചായ എല്ലാം ഒഴിച്ച് വെക്കാൻ. നല്ല രസമുള്ള ഒരു പാത്രമാണ് ഇത്. കയറുന്ന ഡോറിൻ്റെ അടുത്ത് തന്നെയാണ്, പിന്നെ ജനലിൻ്റെ അടുത്താണ്, നല്ല വെളിച്ചമുണ്ട്. ഇതിൻ്റെ അടിയിൽ അത് അരിയാണ്, ഇത് ബാസ്മതി അരിയാണ്, പാകിസ്ഥാൻ അരി വാങ്ങിയതാണ്. അത് കുറേ ആയതുകൊണ്ട് കുറച്ച് പാത്രത്തിലിട്ടതിന് ശേഷം കെട്ടിവെച്ചതാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ്, കിച്ചണാണ്. ഇനി താഴത്തുള്ള കബോർഡ് കാണാം. വീഡിയോ ലെങ്ത് ആകുന്നത് കൊണ്ട് ബാക്കിയുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം.